നമ്മുടെ വീടുകളിൽ പെൺമക്കളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഒരച്ഛൻ്റെ ഉത്തരവാദിത്തമാണ്. അവരൊന്ന് വീണാൽ, ഒന്ന് കാലിടറിയാൽ, ഒരു തുള്ളി കണ്ണീർ പൊഴിഞ്ഞാൽ ഉള്ളു നീറാത്ത ഏതെങ്കിലും അച്ഛന്മാരുണ്ട്. എന്നാൽ പെൺമക്കളുടെ ജീവിതം നശിപ്പിച്ച, അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന മനുഷ്യമൃഗങ്ങളെക്കുറിച്ച് ചിലപ്പോൾ കേൾക്കാറുണ്ട്. ഇടുക്കി ബൈസൺ വാലിയിലെ ഒരച്ഛൻ 3 പെൺമക്കളെ പീഡിപ്പിച്ചത് വർഷങ്ങളോളമാണ്. ഇതുപോലെ കേട്ടാൽ മനസ്സാക്ഷി മരവിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഈ പകൽ പുറത്തു വന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങലിലെ യുവാവിൻ്റെ കൊലപാതകം, കളമശ്ശേരിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസ് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഇടുക്കി ബൈസൺ വാലിയിലെ സഹോദരിമാരായ 3 പെൺകുട്ടികളുടെ ദുരിത കഥയിലേക്കാണ് ആദ്യം. മാനസിക രോഗിയായ അമ്മ, മദ്യപിച്ച് ലക്കുകെട്ടുന്ന അച്ഛൻ. അമ്മയെ പലപ്പോഴും ഉറക്ക ഗുളിക നൽകി മയക്കിക്കിടത്തും. പിന്നീട് അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യൻ കാട്ടാളൻ്റെ രൂപത്തിലാണ് മക്കളുടെ മുന്നിലേക്ക് എത്തുക. പല ദിവസങ്ങളിലും ലൈംഗികമായ പീഡനം. ഇങ്ങനെ 16, 17, 19 വയസ്സുള്ള ആ പെൺകുട്ടികൾ വർഷങ്ങളോളം സഹിച്ചു. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിൽ ഇളയ കുട്ടിയാണ് ആ നടുക്കുന്ന വിവരം പുറത്തു പറഞ്ഞത്. പിന്നാലെ പ്രതിയെ രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞകാല ദുരിത ജീവിതത്തിൽ നിന്ന് ആ കുട്ടികളെ ആരെങ്കിലും ഇനി കരം പിടിച്ച് കയറ്റണം. മൂന്ന് പെൺമക്കളെയാണ് ബൈസൺ വാലി സ്വദേശിയായ പിതാവ് വർഷങ്ങളായി ശാരീരികമായി പീഡിപ്പിച്ചിരുന്നത്. 16, 17, 19 വയസ്സുകാരാണ് ഈ പെൺകുട്ടികൾ. കുട്ടികളുടെ മാതാവിന് മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇവരെ ഉറക്ക ഗുളിക കൊടുത്ത് മയക്കിക്കിടത്തിയ ശേഷമായിരുന്നു മക്കളോട് കൊടും ക്രൂരത കാട്ടിയിരുന്നത്. പീഡന വിവരം പുറം ലോകമറിയാതിരിക്കാൻ മക്കളെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് കുട്ടികളെ പ്രതി ഉപദ്രവിച്ചിരുന്നത്. സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിലിംഗിലാണ് പെൺകുട്ടികൾ പീഡന വിവരം അധ്യാപകരെ അറിയിച്ചത്. തുടർന്ന് അധ്യാപകർ ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയായിരുന്നു. ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശപ്രകാരം രാജാക്കാട് പോലീസാണ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് അടക്കം ചുമത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. ഒരു നിമിഷത്തെ എടുത്തുചാട്ടം അല്ലെങ്കിൽ പെട്ടെന്നുള്ള പ്രകോപനം, അതുമതി നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റാൻ. തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി വിഷ്ണുവിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ചെറിയൊരു വാക്കുതർക്കമാണ്. വിദേശത്ത് നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ വിഷ്ണു വീടിന് സമീപത്ത് മീൻ വാങ്ങാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. ഓട്ടോ ജയൻ എന്ന കൊടും ക്രിമിനലുമായാണ് ഏറ്റുമുട്ടിയതെന്ന് വിഷ്ണുവിന് ആദ്യം മനസ്സിലായില്ല. തർക്കത്തിനിടെ ജയൻ്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് വിഷ്ണുവിന് കുത്തേറ്റു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. മീൻ വാങ്ങുന്നതിനിടെയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ചൂണ്ടയിട്ട് പിടിച്ച മീൻ വാങ്ങാനെത്തിയതായിരുന്നു വിഷ്ണുവും സുഹൃത്തും. ആ സമയം അവിടെയുണ്ടായിരുന്ന നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ജയനുമായി വാക്ക് തർക്കമുണ്ടായി. തുടർന്ന് ജയൻ വിഷ്ണുവിനെ കുത്തുകയായിരുന്നു. കുത്തേറ്റ വിഷ്ണു 300 മീറ്ററോളം നടന്ന് വീട്ടിലെത്തി. വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് പോലീസിനെ വിവരമറിയിച്ചത്. വിഷ്ണുവിനെ ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
കായലോരത്തെ ആളൊഴിഞ്ഞ ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം നടന്നത്. പെട്ടെന്നുണ്ടായ പ്രകോപനം മാത്രമല്ല കൊലപാതകത്തിന് പിന്നിലെന്ന സംശയം പോലീസിനുണ്ട്. ഓട്ടോ ജയന് വിഷ്ണുവുമായി മുൻവൈരാഗ്യമുണ്ടായിരുന്നോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതിക്കായി പോലീസ് വ്യാപക അന്വേഷണം ആരംഭിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ചിറയൻകീഴ് സ്വദേശിയായ ജയൻ. വിദേശത്തു നിന്ന് അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു 26-കാരനായ വിഷ്ണു. അടുത്ത മാസം 6-ന് തിരികെ പോകാനിരിക്കെയാണ് മരണം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കൊച്ചി കളമശ്ശേരിയിൽ വീട്ടമ്മനെ കൊലപ്പെടുത്തിയ കേസിൽ 6 ദിവസം കഴിഞ്ഞിട്ടും പ്രതിക്ക് വേണ്ടി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. പെരുമ്പാവൂർ സ്വദേശിനി ജെയ്സി എബ്രഹാമിനെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കളമശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ജെയ്സിയുടെ കൊലപാതകം ആസൂത്രിതമെന്നാണ് പോലീസ് നിഗമനം. സംഭവ ദിവസം ഇവരുടെ അപ്പാർട്ട്മെന്റിൽ വന്ന യുവാവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. ജെയ്സിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കളമശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ജെയ്സി എബ്രഹാമിനെ മരിച്ച നിലയിൽ കണ്ടത്. കാനഡയിൽ ജോലിയുള്ള ഏകമകൾ അമ്മയെ ഫോണിൽ വിളിച്ച് കിട്ടാതായപ്പോൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ജെയ്സിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല. ഇത് കവർച്ച ചെയ്യപ്പെട്ടതാണോ എന്ന് പോലീസിന് സംശയമുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് ലഭിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്ന് അറിയുന്നത്. മുഖം വികൃതമായിരുന്നു. റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിൽ സജീവമായിരുന്ന ജെയ്സി എബ്രഹാമിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസ് നിഗമനം. സംശയമുള്ളവരെക്കുറിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംഭവ ദിവസം അപ്പാർട്ട്മെന്റിൽ വന്ന യുവാവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഇയാൾ ഹെൽമറ്റ് ധരിച്ചാണ് വന്നതെങ്കിലും വാഹനത്തിലല്ല, നടന്നാണ് വന്നതെന്ന് സമീപവാസികൾ പറയുന്നു. അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഇവർക്ക് സമീപവാസികളുമായി കാര്യമായ അടുപ്പമുണ്ടായിരുന്നില്ല. കുറുപ്പമ്പടി സ്വദേശിനിയായ ജെയ്സി ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്കായി 10 വർഷം മുൻപാണ് കളമശ്ശേരിയിൽ താമസിക്കാനെത്തിയത്. ദിവസങ്ങൾക്ക് മുൻപ് ഭർത്താവ് എബ്രഹാമിനൊപ്പം ജെയ്സി ചുണ്ടക്കുഴിയിലെ ബാങ്ക് ശാഖയിലെത്തിയിരുന്നു. എബ്രഹാം ഇടയ്ക്കിടെ സ്ഥലം, വീട് കച്ചവടങ്ങൾക്കായി ഇടനിലക്കാരനായി ചുണ്ടക്കുഴിയിൽ എത്താറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവം നടക്കുന്ന ദിവസം ഭർത്താവ് എബ്രഹാം ഇവർക്കൊപ്പമായിരുന്നില്ല. ജെയ്സി മുൻപ് മഞ്ഞുമ്മലിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നപ്പോൾ നിരവധി വാഹനങ്ങൾ വീട്ടിൽ പതിവായി വന്നുപോയിരുന്നതായി സമീപവാസികൾ പറയുന്നു. ജെയ്സി എബ്രഹാമിന്റെ സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇടപാടുകളെക്കുറിച്ചും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. എന്താണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ സംഭവിക്കുന്നത്? നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പോലും ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് കുട്ടികൾ ചിന്തിക്കുന്നു. പത്തനംതിട്ടയിലെ അമ്മുവിൻ്റെ മരണം പെൺമക്കളുള്ള മാതാപിതാക്കളെ വല്ലാതെ വേദനിപ്പിച്ചതാണ്. തൊട്ടു പിന്നാലെയാണ് കണ്ണൂർ തളിപ്പറമ്പിൽ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയുടെ മരണവാർത്ത കേട്ടത്. എറണാകുളം തോപ്പുപൊടി സ്വദേശിനി ആൻമരിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്താണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടില്ല.
തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിയിലെ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനി ആൻമരിയ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പോയിരുന്നില്ല. വൈകിട്ട് സഹപാഠികളെത്തി അന്വേഷിച്ചപ്പോഴാണ് ഹോസ്റ്റലിലെ ശുചിമുറി പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത്. തുടർന്ന് പരിശോധിച്ചപ്പോൾ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ആൻമരിയെ കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. തുടർന്ന് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനമെന്നും മരണകാരണം വ്യക്തമല്ലെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. എറണാകുളം തോപ്പുംപടി സ്വദേശിനി ആൻമരിയ തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിയിലെ അവസാന വർഷ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയാണ്. വിദേശത്തുള്ള അച്ഛനും സഹോദരനും നാട്ടിലെത്തിയ ശേഷമായിരിക്കും മറ്റു നടപടികൾ. നാട്ടിലുള്ള അമ്മയെ മരണവിവരം അറിയിച്ചിട്ടില്ല. മരണത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കണ്ണൂർ, കൊച്ചി. പത്തനംതിട്ട ചുട്ടിപ്പാറയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ സഹപാഠികളായ 3 പെൺകുട്ടികൾ അറസ്റ്റിലായെങ്കിലും കേസിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവുമാണ് അമ്മുവിൻ്റെ മരണത്തിന് കാരണമെന്നാണ് നിലവിലെ കണ്ടെത്തൽ. എന്നാൽ കുടുംബം ആരോപിക്കുന്നത് പോലെ കൊലപാതക സാധ്യത പോലീസ് പരിശോധിക്കേണ്ടതല്ലേ? ഇതോടൊപ്പം മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. അമ്മുവിൻ്റെ ഫോണിൽ എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടോ? അവൾ എഴുതുമെന്ന് പറയുന്ന കത്തിൻ്റെ ആധികാരികത ഉൾപ്പെടെ അന്വേഷിക്കണം. സഹപാഠികളായ അലീന, അക്ഷിത, അഞ്ജന മധു എന്നിവരുടെ മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവുമാണ് അമ്മു സജീവന്റെ മരണത്തിന് കാരണമെന്നാണ് നിലവിലുള്ള കേസ്. എന്നാൽ മറ്റു കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. മരണത്തിൽ ഹോസ്റ്റൽ അധികൃതർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ വാർഡന്റെ പരസ്പര വിരുദ്ധ മൊഴിയിലും അമ്മുവിന്റെ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. അമ്മുവിന് മുറി മാറ്റി നൽകിയതും വീണ സ്ഥലത്ത് ചെളിയും മെറ്റലും ഉണ്ടായിരുന്നെങ്കിലും അവയൊന്നും ദേഹത്തില്ലാതിരുന്നതും സംശയമുണ്ടാക്കുന്നതായി കുടുംബം പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അമ്മുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് സഹപാഠികൾക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. നവംബർ 15 രാത്രിയാണ് അമ്മുവിന്റെ മരണം. അതിനും ഒരാഴ്ച മുമ്പ് സഹപാഠികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്ന ആരോപിച്ച് പിതാവ് സജീവ് കോളേജ് പ്രിൻസിപ്പലിന് ഇമെയിലിലൂടെ പരാതി നൽകിയിരുന്നു. ആരോപണ വിധേയരായ വിദ്യാർത്ഥികളോട് വിശദീകരണം തേടുകയും മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. അലീന, അക്ഷിത, അഞ്ജന എന്നിവരുമായി അമ്മു സൗഹൃദത്തിലായിരുന്നെങ്കിലും പിന്നീട് അകന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. രോഗികളുടെ വിവരങ്ങൾ കുറിക്കുന്ന ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥിനികൾ തമ്മിൽ തർക്കം ആരംഭിക്കുന്നത്. ഈ ബുക്ക് ആരുടെ കൈവശമാണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അമ്മുവിനെ ടൂർ കോർഡിനേറ്ററാക്കിയതും പ്രശ്നങ്ങൾക്കിടയാക്കി. പ്രതികൾക്ക് പുറമെ കോളേജിലെ മറ്റ് സഹപാഠികൾക്ക് സംഭവത്തിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. ഗുരുതരമായി പരിക്കേറ്റ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച അമ്മുവിനെ ദൂരക്കുറവുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞതനുസരിച്ചാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കുടുംബത്തിന്റെ ആരോപണങ്ങളിലും പരാതിയിലും വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. തിങ്കളാഴ്ച പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ന്യൂസ് 18 പത്തനംതിട്ട. ഒരു കൊലക്കേസോ കവർച്ചാ കേസോ ഉണ്ടായാൽ പ്രതിയെ അതിവേഗത്തിൽ പിടികൂടാൻ വിദഗ്ധരാണ് കേരള പോലീസ്. എന്നാൽ അത് പോലീസ് തന്നെ മനസ്സ് വെക്കണം. മലപ്പുറം പെരുന്തൽമണ്ണയിലെ കവർച്ചാ കേസിൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞു. കവർച്ചാ സംഘം പോലീസിനോട് കള്ളം പറഞ്ഞ് പിടിച്ചു നിന്നത് 5.5 മണിക്കൂറാണ്. കറങ്ങാൻ ഇറങ്ങിയതാണെന്നും പെരുമ്പാവൂരിലേക്ക് പോകുന്നെന്നുമായിരുന്നു പ്രതികൾ ആദ്യം പറഞ്ഞത്. എന്നാൽ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തതോടെ
അവർക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ 4 പേർ കൂടി ഇനി പിടിയിലാകാനുണ്ട്. നഷ്ടപ്പെട്ട സ്വർണവും കണ്ടെത്താനായിട്ടില്ല. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങളെ കാറിടിച്ചു വീഴ്ത്തി കുരുമുളക് സ്പ്രേ അടിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ 4 പേരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി മണിയൻ എന്ന സജിത് കുമാർ, കണ്ണൂർ പാട്യം സ്വദേശികളായ നിഖിൽ രാജ്, പ്രബിൻ, കോക്കൂർ എടവള്ളി, നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. കസ്റ്റഡിയിലെടുത്ത ശേഷം 5.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ ആണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. പെരിന്തൽമണ്ണയിൽ നിന്ന് കവർച്ച നടത്തി ഷൊർണൂർ വഴി തൃശൂരിൽ എത്തിയ സംഘത്തെ കിഴക്കേക്കോട്ടയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. എത്ര ചോദ്യം ചെയ്തിട്ടും കുറ്റം സമ്മതിക്കാൻ ആദ്യം പ്രതികൾ തയ്യാറായില്ല. കറങ്ങാൻ പോയതാണ് എന്നും പെരുമ്പാവൂരിലേക്ക് സ്വകാര്യ യാത്ര പോകുകയാണ് എന്നും മാറ്റിപ്പറഞ്ഞ് 5.5 മണിക്കൂറോളം ഇവർ പിടിച്ചു നിന്നു. പ്രതികൾ താമസിച്ച ലോഡ്ജിലെ CCTV ദൃശ്യമടക്കം പരിശോധിച്ച് സംഘാംഗങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ചപ്പോഴേക്കും പുലർച്ചെ 5:30 ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. പെരിന്തൽമണ്ണ KM ജ്വല്ലറിയുടെ ഉടമസ്ഥരായ കിനാത്തിയിൽ യൂസഫ്, ഷാനവാസ് എന്നിവരെയാണ് കാറിലെത്തിയ 8-അംഗ സംഘം ആക്രമിച്ചത്. സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിയ ശേഷം കണ്ണിൽ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ച സംഘം സ്വർണവുമായി കടക്കുകയായിരുന്നു. ഷൊർണൂരിൽ എത്തിയ ശേഷം സംഘം 2ആയി വേർപിരിഞ്ഞു. കാറിന്റെ നമ്പർ തിരിച്ചറിഞ്ഞ് പോലീസ് പിടികൂടാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രതികൾ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചു. എന്നാൽ ഈ സാധ്യത മുന്നിൽ കണ്ട പോലീസ് CCTV ദൃശ്യത്തിലുള്ളതിന് സമാനമായ എല്ലാ വാഹനങ്ങളും തടഞ്ഞ് പരിശോധന നടത്തുകയായിരുന്നു. സംഘത്തിലെ മറ്റു 4 പേർ ഷൊർണൂരിൽ എത്തിയപ്പോൾ സ്വർണവുമായി കാറിൽ നിന്ന് ഇറങ്ങിയെന്നാണ് പിടിയിലായവർ പോലീസിനോട് പറഞ്ഞത്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് ജില്ലയിൽ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന യുവാവിനെയാണ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേസിൽ 3 പേരെ പോലീസ് നേരത്തെ പിടികൂടിയെങ്കിലും മുഖ്യപ്രതി ഒളിവിലായിരുന്നു. ഒടുവിൽ മുഖ്യപ്രതി ഉപ്പള സ്വദേശി ഇർഷാദിനെയും കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒളിവിലായിരുന്ന പ്രതിയെ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയത്. കാസർഗോഡ് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന യുവാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി ഉപ്പള അമ്പാർ സ്വദേശി ഇർഷാദിനെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉപ്പള ബപ്പായിത്തോട്ടി ഹനീഫ മസ്ജിദിന് സമീപം അമാൻ മൻസലിലെ മുഹമ്മദ് ഫാറൂഖിനെയാണ് 4-അംഗ സംഘം ആക്രമിച്ചത്. കേസിൽ നേരത്തെ കിരൺ രാജ് ഷെട്ടി, സഹോദരൻ വരുൺ രാജ് ഷെട്ടി, രൂപേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇർഷാദ് ഒളിവിൽ പോവുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 2-ന് പുലർച്ചെയാണ് ആക്രമണം നടന്നത്. യുവാവിനെ ബന്ധുവായ ഇർഷാദ് ബംബ്രാണിക്ക് സമീപം ഒരു വയലിനടുത്തുള്ള വീടിന് മുന്നിലേക്ക് കാറിൽ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് കിരൺ രാജ് ഷെട്ടി, വരുൺ രാജ് ഷെട്ടി, രൂപേഷ് എന്നിവർ ചേർന്ന് ഫാറൂഖിനെ ക്രൂരമായി മർദ്ദിച്ചു. അതിനിടെ കാറുമായി തിരിച്ചെത്തിയ ഇർഷാദ് ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു.
മുഹമ്മദ് ഫാറൂഖ് ബോധം കെട്ട് താഴെ വീണതോടെ കാറിൽ കയറ്റി ബപ്പായി തൊട്ടിയിലെ വീട്ടിലെത്തിച്ച ശേഷം സംഘം സ്ഥലം വിടുകയായിരുന്നു. ഒളിവിൽ പോയ ഇർഷാദ് ബംഗളൂരുവിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ബംഗളൂരു സഞ്ജയ് നഗറിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ കിരൺ രാജ് ഷെട്ടിയെ ഒരാഴ്ച മുമ്പ് പോക്സോ കേസിൽ 50 കൊല്ലം കഠിന തടവിന് കോടതി ശിക്ഷിച്ചിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് കവർച്ചാ കേസുകൾ വർദ്ധിക്കുകയാണ്. പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നതാണ് ഒടുവിലത്തെ സംഭവം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 35,000 രൂപയും നഷ്ടപ്പെട്ടു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനുദിനം മോഷണം പെരുകുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. മഞ്ചേശ്വരം ഉദ്യാവാരയ്ക്ക് സമീപം 10-ാം മൈലിൽ താമസിക്കുന്ന പൊടിയ അക്ബറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. അക്ബറും കുടുംബവും വിമാനത്താവളത്തിൽ പോയ സമയത്തായിരുന്നു സംഭവം. വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ കിടപ്പുമുറിയിലെ അലമാരയിലുണ്ടായിരുന്ന 6.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 35,000 രൂപയും അപഹരിച്ചു. വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത നിലയിലാണ്. അലമാരയുടെ പൂട്ട് പൊളിച്ച് അതിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് കൊള്ളയടിച്ചത്. വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രധാനമായും സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സംഭവത്തിൽ അക്ബറിന്റെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സമീപകാലത്തായി നിരവധി കവർച്ചാ കേസുകളാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക കള്ളന്മാരും കവർച്ചയ്ക്ക് എത്തുന്നത് വലിയ ആഡംബര വീടുകളിലാണ്. എന്നാൽ കോഴിക്കോട് കൊടുവള്ളിയിൽ ആക്രിക്കടകൾ ലക്ഷ്യമിട്ട് മോഷണം നടത്തുന്ന കവർച്ചാ സംഘമുണ്ട്. കൊടുവള്ളി ഓമശ്ശേരിയിലും മുക്കം നെല്ലിക്കാപ്പറമ്പിലും പരിസര പ്രദേശങ്ങളിലും ആക്രിക്കടകളിൽ പതിവായി മോഷണം നടന്നതോടെയാണ് പോലീസ് പ്രതികളെ പൊക്കിയത്. പകൽ സമയങ്ങളിൽ ഓറഞ്ച് കച്ചവടം നടത്തുകയും അർദ്ധരാത്രിയിൽ മോഷണം നടത്തുകയുമായിരുന്നു ഇവരുടെ രീതി. കൊടുവള്ളി ഓമശ്ശേരിയിലും മുക്കം നെല്ലിക്കാപ്പറമ്പിലും പരിസര പ്രദേശങ്ങളിലും ആക്രിക്കടകളിൽ മോഷണം നടത്തിയ 3-അംഗ സംഘത്തെയാണ് കൊടുവള്ളി പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. കൊടുവള്ളി ഓമശ്ശേരിയിൽ അപ്പക്കാട്ടിൽ ഷെരീഫയുടെ കടയിൽ ഈ മാസം 14 രാത്രി മോഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കൊടുവള്ളി ഇൻസ്പെക്ടർ അഭിലാഷ് KP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലാണ് വയനാട് പനമരം സ്വദേശികളായ മുഹമ്മദ് ഷായൂജ്, അർഷദ് ബിൻ അസീസ്, മുഹമ്മദ് ഷിറോസ് എന്നിവർ പിടിയിലായത്. മോഷണം നടത്തിയവരുടെ CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മുഖ്യപ്രതി മുഹമ്മദ് ഷായൂജിനെ മഞ്ചേരി കാവന്നൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കൂട്ടുപ്രതികളായ മറ്റു 2 പേരെയും കുറിച്ച് വിവരം ലഭിച്ചു. തുടർന്ന് ഈങ്ങാപ്പുഴയ്ക്ക് സമീപം വെച്ച് അവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതികൾ മോഷണം നടത്തിയ ഓമശ്ശേരിയിലെയും മുക്കം നെല്ലിക്കാപ്പറമ്പിലെയും കടകളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പകൽ സമയങ്ങളിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഓറഞ്ച് കച്ചവടം നടത്തുകയും അർദ്ധരാത്രിയിൽ ഈ വാഹനവുമായി മോഷണം നടത്തുകയുമായിരുന്നു പ്രതികളുടെ രീതിയെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ മോഷണ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം.
ന്യൂസ് 18 മുക്കം. മലപ്പുറം വളാഞ്ചേരിയിൽ കാറിലെത്തി കവർച്ച നടത്തുന്ന ഒരു കള്ളനെക്കുറിച്ചുള്ള കഥയാണിത്. പേര് അബ്ദുൾ റസാഖ്. വീട് കുറ്റിപ്പുറത്താണ്. ആരാധനാലയങ്ങളിലെ നേർച്ചപ്പെട്ടികളാണ് ഇയാളുടെ ലക്ഷ്യം. ഒടുവിൽ കള്ളൻ റസാഖ് ഒളിക്യാമറയിൽ കുടുങ്ങി. ഇയാൾ നിരവധി മോഷ്ടക്കേസുകളിൽ പ്രതിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ മാസം 19-നാണ് കാർത്തല ചുങ്കം പുളിയമ്മാട്ട് മഖാമിലെ നേർച്ചപ്പെട്ടിയിൽ നിന്ന് പണം മോഷ്ടിച്ചത്. ഉച്ചയ്ക്ക് 12-ന് മഖാമിന്റെ പരിസരത്ത് അബ്ദുൾ റസാഖ് കാറിൽ വന്നിറങ്ങി. തുടർന്ന് കാറിൽ സൂക്ഷിച്ചിരുന്ന ചെറിയ ഇരുമ്പ് കമ്പിയിൽ പശ പുരട്ടി. ഈ കമ്പി ജുബയുടെ അടിയിൽ ഒളിപ്പിച്ച ശേഷം ഇവിടെയുണ്ടായിരുന്ന താക്കോൽ കൊണ്ട് കതക് തുറന്ന് മഖാമിന്റെ അകത്ത് പ്രവേശിച്ചു. പിന്നീട് നേർച്ചപ്പെട്ടിയിലേക്ക് കമ്പി ഇറക്കിയാണ് പണം കവർന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന CCTV ക്യാമറ മോഷ്ടാവ് അടിച്ചു തകർത്തിരുന്നു. ഇതേ തുടർന്ന് ജാറം കമ്മിറ്റി ഇവിടെ പുതിയ ഒളിക്യാമറ സ്ഥാപിച്ചു. ഇതാണ് കള്ളന് കെണിയായത്. മഖാം പ്രസിഡന്റ് പുലയങ്ങാട്ട് മൊയ്തീന്റെ പരാതിയിൽ കുറ്റിപ്പുറം CI K നൌഫലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ വീട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കാൻ നടപടി ആവശ്യപ്പെട്ട് കുടുംബം സമർപ്പിച്ച ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 26-ന് വാദം കേൾക്കും. കണ്ണൂരിൽ വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി കാറിൽ കടന്നുകളയാൻ ശ്രമിച്ച യുവാവിനെ എക്സൈസ് പിടികൂടി. 10 കിലോയോളം കഞ്ചാവുമായി പിടിയിലായത് തലശ്ശേരി സ്വദേശി PV നസീർ. കാസർഗോഡ് ആംബുലൻസിന് തടസ്സം സൃഷ്ടിച്ച കാർ ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. കാർ ഓടിച്ച P മുഹമ്മദ് മുഹസിലിന്റെ ലൈസൻസാണ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഇയാളിൽ നിന്ന് പിഴ ഇനത്തിൽ 9,000 രൂപ ഈടാക്കി. രണ്ടാം വിവാഹത്തിന് തടസ്സമാകുമെന്ന് കരുതി 5 വയസ്സുകാരിയെ അമ്മ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ അശോക് വിഹാറിലാണ് സംഭവം. ദീപ് ചന്ദ് ബന്ധു ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാനത്ത് വ്യാപകമായി വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. കൊച്ചി നഗരത്തിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലുള്ള താമസക്കാരെ സൈബർ തട്ടിപ്പിന് ഇരകളാക്കിയതാണ് ഒടുവിലത്തെ കേസ്. ഫ്ളാറ്റിലെ താമസക്കാരനായ ഒരാളുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്ത് സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ചു. തുടർന്ന് OTP ചോദിച്ച് പണം തട്ടാനും ശ്രമമുണ്ടായി. ഇയാളുടെ ഫോണിലുള്ള വിവിധ ഗ്രൂപ്പുകളിലേക്ക് അശ്ലീല സന്ദേശങ്ങളും അയച്ചു. സൈബർ തട്ടിപ്പ് സംഘത്തിൻ്റെ പുതിയ തട്ടിപ്പ് രീതികളിൽ ഒന്നാണിത്. അതിനാൽ ഇതുപോലുള്ള കെണിയിൽ വീഴാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പിൽ